ഫ്രണ്ട്സ്, നിങ്ങളുടെ ബന്ധത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള റെഡ് ഫ്ലാഗ്സ് കാണുകയാണെങ്കിൽ അതിന് ഒരു കാരണവശാലും ഇഗ്നോർ ചെയ്യാതിരിക്കുക. എന്താണ് ഈ റെഡ് ഫ്ലാഗ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബന്ധത്തിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് പ്രതിസന്ധികളും വേദനകളും നേരിടേണ്ടി വരും അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ചെറിയ ചെറിയ പെരുമാറ്റങ്ങളിൽ കൂടി തന്നെ നമുക്ക് ആ റെഡ് ഫ്ലാഗ്സിനെ മനസ്സിലാക്കുവാൻ കഴിയും. സാധാരണയായി കണ്ടുവരുന്ന റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്, ഒന്ന്, റെസ്പെക്റ്റ് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളെ നിരന്തരം ഇങ്ങനെ ചീത്ത വാക്കുകൾ പറയുക, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക, നിരന്തരം ഇൻസൾട്ട് ചെയ്യുക, അതുപോലെ തന്നെ സർക്കാസം കൊണ്ടുവരിക, കമ്മ്യൂണിക്കേഷനിൽ മുഴുവൻ സർക്കാസം കൊണ്ടുവരിക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സിന് യാതൊരു വാല്യൂ നൽകാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, റെസ്പെക്റ്റ് ഇല്ലാത്തടത്ത് ഹെൽത്തി ലവ് നിലനിൽക്കില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. രണ്ടാമത് കാണപ്പെടുന്ന ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. അതായത് ഒരു ദിവസം എന്തെന്നില്ലാത്ത സ്നേഹം, എന്നാൽ 2 ദിവസത്തേക്ക് പിന്നെ ഡിസപ്പിയർ ആവുക, അപ്രത്യക്ഷമാവുക, വീണ്ടും എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക. അപ്പോൾ ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്. അടുത്തതായിട്ട് കാണുന്ന റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്, ഈ എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും അത് നമ്മുടെ തലയിലേക്ക് കൊണ്ടിടുക. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടല്ലേ ഞാൻ ഓവർ റിയാക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ തന്നെ എന്ത് വിചാരിക്കും? ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത്. സത്യത്തിൽ തെറ്റാരുടെ ഭാഗത്താണ്, അവരുടെ ഭാഗത്താണ്. എന്നിട്ട് അത് നമ്മുടെ തലയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് നോക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമോ, എന്താണ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എനിക്ക് വേണമെങ്കിൽ ഒന്ന് ക്ഷമിക്കാമായിരുന്നല്ലോ. ഇതൊരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, നിരന്തരമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവർ സൈലൻസ് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് തന്നെ ഒന്നും മനസ്സിലാവില്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇനി എന്ത് നമ്മൾ പറയണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ. അവരെപ്പോഴും സൈലൻസ് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളിങ്ങനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വരുന്നൊരു റെഡ് ഫ്ലാഗ് ആണ്, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവർ മെസ്സേജ് അയക്കും. അതിപ്പോൾ അവർക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമായിരിക്കാം, സാമ്പത്തികമായ ചൂഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവർ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യും. അതല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അവർ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അവൈലബിൾ ആയിട്ടിരുന്നോണം. നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ടിരുന്നോണം. എന്നാൽ അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരോടിട്ട് ചോദിക്കാൻ പാടില്ലാതാനും. അപ്പോൾ ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗ്സ് കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് ആ ബന്ധത്തിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുള്ള സിഗ്നൽസ് ആണ്. പലപ്പോഴും പലരും ഇതിനെ അവഗണിക്കാറാണ് പതിവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലവ് നഷ്ടപ്പെടും, നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെടും, ഇനിയിപ്പോൾ അവരെന്തെങ്കിലും നന്നാവും എന്നുള്ള ഒരു ഹോപ്പ്, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റെഡ് ഫ്ലാഗിനെ നമ്മൾ എന്ത് ചെയ്യും? നിരന്തരമായിട്ട് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന പക്ഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ ജീവിതകാലം പിന്തുടരുന്ന ഒരു വേദനയായിട്ട് അവിടെ നിലനിൽക്കുമെന്നുള്ളതാണ്. ഫ്രണ്ട്സ്, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു ലവിനെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു വിശ്വാസവഞ്ചനയായിട്ടാണ് അത് പിന്നീട് മാറുന്നത്. അപ്പോൾ ഒരു കാരണവശാലും റെസ്പെക്റ്റ് ഇല്ലാത്ത ലവിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ഒരിക്കലും നമുക്ക് ഹെൽത്തി ലവ് മീറ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഇപ്പോൾ ഇതുപോലെ മുൻകൂട്ടി കാണിക്കുന്ന അവരുടെ പെരുമാറ്റ ദൂഷ്യത്തിലൂടെ അവർ മുൻകൂട്ടി കാണിക്കുന്ന ഈ റെഡ് ഫ്ലാഗ്സിനെ നിരസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുക. അത് നിങ്ങളെ തന്നെ ഡാമേജ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.